നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എടുക്കുന്ന ടോപ്പിക്ക് PSC മുൻവർഷങ്ങളിൽ നടത്തിയ കായികവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ്. ഓക്കെ, നമുക്കപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ പരമോന്നത കായിക പുരസ്കാരം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, രാജീവ് ഗാന്ധി ഖേൽരത്ന. അർജുന അവാർഡും കായികവുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്നതാണ്. ദ്രോണാചാര്യ അവാർഡ് മികച്ച കായിക പരിശീലകർക്ക് നൽകുന്ന അവാർഡാണ്. GV രാജ പുരസ്കാരം കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ ഏർപ്പെടുത്തിയ മികച്ച കായിക താരത്തിനുള്ള പുരസ്കാരമാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ മൂന്നാമത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, രോഹിത് ശർമ്മ. അടുത്തത്, ഇറാനി ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ, ക്രിക്കറ്റ്. 2018 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് നേടിയ രാജ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഫ്രാൻസ് ആണ്. 2022 ഫിഫ ലോകകപ്പ് വിന്നർ അർജന്റീനയാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ബംഗ്ലാദേശിന്റെ ദേശീയ കായിക വിനോദം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, കബഡി. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഹോക്കിയുമായി ബന്ധപ്പെട്ടതേത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ആഗാഖാൻ കപ്പാണ്. യൂറോ കപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രഞ്ജി ട്രോഫി ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഒളിമ്പിക്സ് ചിഹ്നത്തിന്റെ 5 വളയങ്ങളിൽ നീല വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ആൻസർ വരുന്നത് നീല വളയം സൂചിപ്പിക്കുന്നത് യൂറോപ്പിനെയാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓസ്ട്രേലിയ സൂചിപ്പിക്കുന്നത് പച്ച നിറമാണ്. പിന്നെ വരുന്നത് ഏഷ്യയെ സൂചിപ്പിക്കുന്നത് മഞ്ഞ നിറമാണ്. അമേരിക്കയെ സൂചിപ്പിക്കുന്നത് ചുവപ്പ് നിറമാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും അധികം തവണ ഏഷ്യൻ ഗെയിംസിന് വേദിയായ രാജ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, തായ്ലൻഡ് ആണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ലോസ് ഏഞ്ചലസിലാണ് 2028. പത്താമത്തെ ക്വസ്റ്റ്യൻ, TC യോഹന്നാന് അർജുന അവാർഡ് ലഭിച്ചത് ഏത് കായിക വിഭാഗത്തിലാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, അത്ലറ്റിക്സിലാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഒളിമ്പിക്സിൽ ആദ്യമായി വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യക്കാരൻ ആര്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ, അഭിനവ് ബിന്ദ്രയ്ക്കാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഭാരതരത്ന ലഭിക്കുന്ന ആദ്യത്തെ കായിക താരം ആരാണ്? ഓപ്ഷൻ വരുന്നത് ഡി ആണ്, സച്ചിൻ തെണ്ടുൽക്കർ. 13ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ജലമേള ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, നെഹ്റു ട്രോഫി വള്ളംകളി. നെഹ്റു ട്രോഫി വള്ളംകളിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലമേള. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി, PT ഉഷയാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ കായിക ഇനം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഹോക്കി. ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ കായിക ഇനം. 16ാമത്തെ ക്വസ്റ്റ്യൻ, കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് എവിടെയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ഹാമിൽട്ടണിലാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം. ആൻസർ ഓപ്ഷൻ എ, പാരീസ് ആണ്. 2024 ഒളിമ്പിക്സ് നടന്നത് പാരീസിലാണ്. 2028 നടക്കാൻ പോകുന്നത് ലോസ് ഏഞ്ചലസിലാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിന് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന കായിക ഇനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഹോക്കിയാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു? 107. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 20ാമത്തെ ക്വസ്റ്റ്യൻ, 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം. ആൻസർ ഓപ്ഷൻ എ, 10 ആണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.